NCERT 11ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകത്തിലെ 18ാമത്തെ ചാപ്റ്ററായ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ്റെ തിയറി പോർഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചില മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 15 ചോദ്യങ്ങൾ ആണിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡ് ഗ്രൂപ്പ്സ്, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്, ഇതിനെ മൂന്നിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 15 ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following statements about erythrocytes is correct? RBC അല്ലെങ്കിൽ എരിത്രോസൈറ്റിനെ സംബന്ധിച്ച് 4 ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കണം. ദേ ഫൈറ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യുന്നത് ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ദേ ക്ലോട്ട് ബ്ലഡ്. ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ദേ ലാക്ക് എ ന്യൂക്ലിയസ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. എന്തുകൊണ്ട്? മമേലിയൻ RBCയിൽ ന്യൂക്ലിയസോ സെൽ ഓർഗനൽസോ ഇല്ല. സോ ആബ്സെൻസ് ഓർ ലാക്ക് ഓഫ് ന്യൂക്ലിയസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്പ്ലീൻ. അതും റോങ് ഓപ്ഷനാണ്. എന്തുകൊണ്ട്? എരിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി റെഡ് ബോൺ മാരോ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് 3. Question number 2. Next to water, the most abundant components of plasma is. വാട്ടർ കഴിഞ്ഞാൽ ബ്ലഡ് പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കമ്പണൻ്റ് എന്താണെന്നാണ്. പ്ലാസ്മയുടെ കോമ്പോസിഷൻ നോക്കിയപ്പോൾ പ്ലാസ്മയുടെ 92% വാട്ടറാണ്. സോ വാട്ടർ ഈസ് ദി മോസ്റ്റ് അബൻഡൻറ്റ് കമ്പണൻ്റ് ഓഫ് പ്ലാസ്മ. ബാക്കി വരുന്ന ഏകദേശം 8% എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് മെറ്റീരിയൽസ് ആണ്. ഡിസോൾവ്ഡ് മെറ്റീരിയൽസ്. ഈ ഡിസോൾവ്ഡ് മെറ്റീരിയൽസിൽ ഏകദേശം 7.5% പ്രോട്ടീൻസ് ആണ്, പ്ലാസ്മ പ്രോട്ടീൻസ്. ബാക്കി 0.5% ആണ് ഓൾ അതേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് വാട്ടർ പ്രോട്ടീൻ ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് plasma component. So the answer is 2. Question number 3. Find out the wrong match. ബ്ലഡിൽ കാണുന്ന സെൽസും ആ സെൽസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇസിനോഫിൽസ് റെസിസ്റ്റ് പാരസിറ്റിക് ഇൻഫെക്ഷൻസ്. അതൊരു കറക്റ്റ് ഓപ്ഷനാണ്. എന്തുകൊണ്ട്? ഇസിനോഫിൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ ഗീവ് റെസിസ്റ്റൻസ് ടു പാരസിറ്റിക് ഇൻഫെക്ഷൻസ് ആൻഡ് അലർജി. അപ്പോൾ ഇസിനോഫിൽസ് റെസിസ്റ്റ് പാരസിറ്റിക് ഇൻഫെക്ഷൻസ് ആൻഡ് അലർജി. ഓപ്ഷൻ നമ്പർ 2, ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന ല്യൂക്കോസൈറ്റ്സ് ആണ് ഇമ്മ്യൂൺ റെസ്പോൺസ്, the defense mechanism of the body. Lymphocytes produce antibodies and bring about immune response. അതും കറക്റ്റ് ഓപ്ഷനാണ്. മൂന്നാമത്തത് ന്യൂട്രോഫിൽസ്. ന്യൂട്രോഫിൽസ് ഫാഗോസൈറ്റോസിസ് ഓഫ് ഫോറിൻ ഓർഗാനിസംസ്. നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാഗോസൈറ്റിക് സെൽസ് എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സുമാണ്. ന്യൂട്രോഫിൽസ് ആണ് the most abundant phagocytic cells of the circulating blood. അതും കറക്റ്റാണ്. The last option, monocytes. Monocytes secrete histamine and heparin. That's a wrong option because monocytes are phagocytic cells. Secretion of histamine and heparin is the function of basophils. So monocytes do not secrete histamine and heparin. Secretion of histamine and heparin is the function of basophils. So
The wrong match. The answer is 4. Question number 4. Which is the correct sequence of arrangement of types of WBC in decreasing order in terms of number per cubic millimeter of human blood? ഹ്യൂമൻ ബ്ലഡിൽ 5 തരം ല്യൂക്കോസൈറ്റ്സ് ആണുള്ളത്. അതിൽ മോസ്റ്റ് അബൻഡൻറ്റ് ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ് ആണ്. ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ന്യൂട്രോഫിൽസ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ കാണുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് മോണോസൈറ്റ്. മോണോസൈറ്റ് കഴിഞ്ഞാൽ ഇസിനോഫിൽസ്, അത് കഴിഞ്ഞാൽ ബേസോഫിൽ. സോ ദ മോസ്റ്റ് ന്യൂമറസ് ന്യൂട്രോഫിൽസ്, ലീസ്റ്റ് ന്യൂമറസ് ബേസോഫിൽ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ദി ആൻസർ ഈസ് 3 ബിക്കോസ് ന്യൂട്രോഫിൽസ്, ഇസിനോഫിൽസ്, ബേസോഫിൽസ്. ന്യൂട്രോഫിൽസ്, ഇസിനോഫിൽസ്, ബേസോഫിൽസ്. ഇതാണ് ഡിക്രീസിങ് order in terms of number per cubic millimeter of blood. Question number 5. Blood transports all the following except. Blood is the transporting medium. Blood transports a variety of substances. Blood is concerned with the transportation of nutrients, respiratory gases, metabolic waste like urea, hormones, and a variety of substances. But blood never transports digestive enzymes because digestive enzymes are released into the digestive tract directly by the digestive glands. So blood will never transport digestive enzymes. So the answer is 3. Question number 6. Globulins contained in the human blood plasma are primarily involved in. The plasma proteins, the major plasma proteins are albumin, globulin, and fibrinogen. As you know, albumin is concerned with the maintenance of the osmotic balance of the blood. Globulin, there are 3 types of globulins, mainly alpha globulin, beta globulin, and gamma globulin. Among this, the gamma globulins function as antibodies. Gamma globulins function as antibodies, and antibodies are responsible for the defense mechanisms. So globulins are concerned with defense mechanism, transport of respiratory gases. It is the function of hemoglobin. Osmotic balance of the body fluids, the function of albumin. Oxygen transport, again hemoglobin. Therefore the correct answer is 1. Globulins are concerned with the defense mechanism of the body because globulins function as antibodies. Next question, question number 7. Find the false statement. 4 statements are given. You have to find out the false statement. Option number 1. Plasma without clotting factors is called serum. What is the difference between plasma and serum? You know that during the clotting process, the clotting factors
especially fibrinogen and other factors, separate from the blood. So the plasma divides into, from the plasma you will get, or plasma minus, see you can, plasma minus clotting factors. Plasma minus clotting factors is called serum. So when during the time of clotting, you can see that the blood will form a clot or coagulum and serum. So when the clotting factors are removed from the plasma, what remains is serum. That is correct. Blood is a fluid connective tissue without fibers in the matrix. What is the basic structure of a connective tissue? A connective tissue contains matrix and cells. Matrix contains ground substance and fibers, collagen fibers and elastin fibers. This is the basic structure of a connective tissue. Bone is a connective tissue. Cartilage is a connective tissue. Blood is a connective tissue. But blood is a fluid connective tissue because fibers are absent. Blood is a fluid connective tissue and fibers are totally absent in the fluid connective tissue. Blood and lymph are fluid connective tissues without fibers in the matrix. 3. Fibrinogen is the most abundant plasma protein. As I said earlier, fibrinogen is not the abundant plasma protein. Albumin is the most abundant plasma protein. Albumin is the most abundant plasma protein. Albumin, globulin ratio is 2:1. So albumin globulin ratio is 2:1. The amount of fibrinogen is less than albumin and globulin. Lymph is rich in plasma proteins. One of the characteristic features of lymph is that in lymph the plasma protein is very, very poor. So lymph is similar to blood plasma except for the poor quantity of plasma proteins. Blood plasma is rich in proteins. The plasma of lymph is very, very poor in proteins. So the answer is option number 4. 3 and 4 are the false statements. 3 and 4 false statements and the answer is 4. Question number 8. What does the lymph do? Lymph is the modified tissue fluid. Tissue fluid is present in the interstitial space of the cells. The space between the cells is known as interstitial space and the fluid present in the interstitial space is known as interstitial fluid or tissue fluid. So the tissue fluid is formed from the blood. Tissue fluid is formed from the blood. And the tissue fluid returns to blood in the form of lymph. So the lymphatic system helps to return interstitial fluid back to blood. So lymph is formed from the blood and the lymph is returned to the blood. Therefore lymph helps to maintain blood volume. So the answer is 2. Question number 9.
A mechanism to prevent excessive loss of blood from the body is. Excessive loss of blood from the body or bleeding takes place whenever there is a cut in the blood vessel. Through that cut, blood will be lost. The loss of blood, bleeding or hemorrhage. To prevent excessive bleeding or hemorrhage, a clot is formed here. A clot helps to seal the wound. Clot seal the wound. ആ വൂണ്ട് റിപ്പയർ ചെയ്തതിന് ശേഷം ആ ക്ലോട്ടിനെ അവിടെ നിന്ന് ഡിസോൾവ് ചെയ്ത് കളയുന്നു, വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. സോ മെക്കാനിസം ടു പ്രിവെൻറ്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് ക്ലോട്ടിംഗ് ഓർ coagulation. Coagulation helps to prevent hemorrhage or excessive bleeding. Thrombosis. What is thrombosis? Thrombosis is the formation of a clot within the circulating blood. Usually the blood will not clot within the body. Circulating blood will usually do not clot. But if a clot is formed inside the body, such an internal clot is called a thrombus. Thrombus is an internal clot. And the formation of an internal clot is called thrombosis. If a clot is formed inside the coronary artery, it is called coronary thrombosis. The last one, fibrinolysis. Fibrinolysis is not the answer. What is fibrinolysis? Fibrinolysis is the breakdown of fibrin. Clot consists of fibrin plus blood cells. How can the clot be dissolved? Clot can be dissolved by breaking the fibrin. Breaking down of fibrin, enzymatic breaking of fibrin is called fibrinolysis. And fibrinolysis dissolves the clot. And there is an enzyme known as plasmin. Plasmin is an enzyme that dissolves clot. So fibrinolysis is brought about by an enzyme called plasmin. Clot അതിൻ്റെ ജോലി നിർവഹിച്ചു കഴിഞ്ഞു. അവിടെ വൂണ്ട് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ക്ലോട്ടിനെ അവിടെ നിലനിർത്തുന്നത് അപകടമാണ്. ആ ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്ത് കളയണം. ആ സമയത്ത് ബ്ലഡിൽ പ്ലാസ്മിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാവുന്നു. പ്ലാസ്മിൻ ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്ത് കളയുന്നു. അങ്ങനെ പ്ലാസ്മിൻ ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്ത് കളയുന്നത് ഫൈബ്രിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് വഴിയാണ്. അതിനെയാണ് നമ്മൾ ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മെക്കാനിസം ടു പ്രിവെൻറ്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് coagulation. So the answer is 2. Question number 10. The enzyme that catalyzes the formation of fibrin is. ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ഫൈബ്രിനായിട്ട് മാറ്റണം. ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബിൻ. എന്നാൽ ബ്ലഡിൽ ത്രോംബിൻ ഇല്ല. അതിനു പകരം ഒരു ഇനാക്റ്റീവ് പ്രോത്രോംബിൻ മാത്രമേ ഉള്ളൂ. പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു എൻസൈം കോംപ്ലക്സ് വേണം, ത്രോംബോകൈനേസ്. ഇപ്പം ത്രോംബോകൈനേസ് കാൽഷ്യം അയോൺസിൻ്റെ പ്രസൻസിൽ പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദി എൻസൈം ദാറ്റ് കാറ്റലൈസസ് ദ formation of fibrin is thrombin. So the answer is 1. Question number 11. A chemical that blocks calcium ions can cause.
As you know, calcium ion are very, very essential for the normal clotting process. Any chemical that blocks calcium ions can prevent clotting. So, a chemical that blocks calcium ions can cause failure of blood to clot. Blood fails to clot. ബ്ലഡിന് ക്ലോട്ട് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു കാൽഷ്യം അയോൺസിനെ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്താൽ. ഈ ക്ലിനിക്കൽ ലാബറട്ടറികളിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ അവരുപയോഗിക്കുന്ന ഒരു കാൽഷ്യം ബ്ലോക്കറുണ്ട്. എന്താണത്? സിട്രേറ്റ്സ് ആൻഡ് ഓക്സലേറ്റ്സ്. സിട്രേറ്റ്സ് ആൻഡ് ഓക്സലേറ്റ്സ്, ദേ ആർ കാൽഷ്യം ബ്ലോക്കേഴ്സ്. അപ്പോൾ ബ്ലഡിലേക്ക് ഒരു തുള്ളി ഓക്സലേറ്റോ സിട്രേറ്റോ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. കാരണം സിട്രേറ്റ്സ് ആൻഡ് ഓക്സലേറ്റ്സ് ബ്ലോക്ക് കാൽഷ്യം അയോൺസ് ആൻഡ് ദ ബ്ലഡ് fails to clot. So the answer is 1. Question number 12. Hemophilia is a genetic disorder where the person's ability to clot blood is severely reduced. This is due to lack of production of a clotting factor called. ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന ഒരുപാട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു 13ഓളം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ബ്ലഡ് പ്ലാസ്മയിലുണ്ട്. ഈ ഓരോ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും അതിൻ്റെ ഇനാക്റ്റീവ് ഫോമിലാണ് ബ്ലഡിൽ കാണുന്നത്. ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് അടുത്തതിനെ ആക്ടിവേറ്റ് ചെയ്യും, അത് വീണ്ടും അടുത്തതിനെ, അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു കാസ്കേഡ് ഓഫ് റിയാക്ഷൻ. കൊയാഗുലേഷൻ ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ബൈ എ ചെയിൻ റിയാക്ഷൻ. ഏതെങ്കിലും ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാതെ വന്നാൽ ആ ചെയിൻ അങ്ങ് ബ്രേക്ക് ചെയ്യും, ക്ലോട്ടിങ് നടക്കത്തില്ല. 13ഓളം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേര് പറയാം. ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 1 എന്ന് പറയുന്നത് ഫൈബ്രിനോജനാണ്. ക്ലോട്ടിംഗ് ഫാക്ടർ 2 എന്ന് പറയുന്നത് പ്രോത്രോംബിനാണ്. ക്ലോട്ടിംഗ് ഫാക്ടർ 3 എന്ന് പറയുന്നത് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനാണ്. ക്ലോട്ടിംഗ് ഫാക്ടർ 4 എന്ന് പറയുന്നത് കാൽഷ്യം അയോൺസ് ആണ്. ഇനി ക്ലോട്ടിംഗ് ഫാക്ടർ 8. ക്ലോട്ടിംഗ് ഫാക്ടർ 8 എന്ന് പറയുന്നത് ആൻറ്റി ഹീമോഫിലിക് ഫാക്ടറാണ്, അല്ലെങ്കിൽ അതിനെ AHF. ക്ലോട്ടിംഗ് ഫാക്ടർ 8 ഈസ് കോൾഡ് ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ. ഒരു വ്യക്തിക്ക് ഒരു റെസസീവ് ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് ജന്മന AHF അല്ലെങ്കിൽ ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. ആ അവസ്ഥയുടെ പേരാണ് ഹീമോഫീലിയ. എ ഹീമോഫിലിക് പേഷ്യൻറ്റ് cannot produce factor 8 or anti-hemophilic factor. So clotting disorders, അയാളുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എക്സസീവ് ബ്ലീഡിങ് സംഭവിക്കും ഒരു വൂണ്ട് വഴി. അപ്പോൾ ആൻസർ 4 ആണ്. Question number 13. A person with A negative blood group can receive blood from. ബ്ലഡ് ഗ്രൂപ്പും ഡോണേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡോണേഴ്സ്. എ ഗ്രൂപ്പ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എ ആൻഡ് ഒ ഗ്രൂപ്പ്. ബി ഗ്രൂപ്പ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ബി ആൻഡ് ഒ ഗ്രൂപ്പ്. എ ബി ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എ ബി ഒ. ഒ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഒ ഓൺലി. ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ എന്താണ് സംഭവിക്കുന്നത്? റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡ് സ്വീകരിക്കുന്നത് ആരാണോ റെസിപ്പിയൻറ്റിൻ്റെ പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡീസ് ഡോണറുടെ RBCയിലുള്ള ആൻറ്റിജൻസുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എ പേഴ്സൺ വിത്ത് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, അപ്പോൾ എ നെഗറ്റീവുകാരന് ഇതാണ് റെസിപ്പിയൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് എയും ഒയും സ്വീകരിക്കാം. പക്ഷേ എ എന്തായിരിക്കണം?
എ നെഗറ്റീവ് ആയിരിക്കണം. കാരണം എ പോസിറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവിൻ്റെ RH ഫാക്ടർ ഇയാളെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ ഡോണേഴ്സ് എന്ന് പറയുന്നത് എ നെഗറ്റീവും O നെഗറ്റീവുമാണ്. അപ്പോൾ ഇവിടെ എ നെഗറ്റീവാണ് ഗ്രൂപ്പെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. ബി നെഗറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു RH നെഗറ്റീവ് പേഴ്സണ് RH പോസിറ്റീവ് ബ്ലഡ് കൊടുക്കാൻ പാടില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2. A person with A negative blood group can receive blood from A negative and O negative. Question number 14. Universal donor is one whose plasma contains. ആരാണ് യൂണിവേഴ്സൽ ഡോണർ? O ഗ്രൂപ്പ് ആണ്. O is known as the യൂണിവേഴ്സൽ ഡോണർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡീസ് ഡോണറുടെ ആൻറ്റിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഓക്ക് ഡോണറായിട്ട് പ്രവർത്തിക്കാം. കാരണം ഓയിൽ ആൻറ്റിജൻസ് ഒന്നുമില്ല. എ ആൻറ്റിജൻ ഇല്ല, ബി ആൻറ്റിജൻ ഇല്ല. സോ O ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ ഡോണർ ബിക്കോസ് ദി RBC കണ്ടെയ്ൻസ് നോ ആൻറ്റിജൻ. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് എ പോസിറ്റീവ് ആണോ O പോസിറ്റീവ് ആണോ O നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ദ യൂണിവേഴ്സൽ ഡോണർ ഈസ് O നെഗറ്റീവ്. O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ, O പോസിറ്റീവ് അല്ല. എന്തുകൊണ്ട് O പോസിറ്റീവ് യൂണിവേഴ്സൽ ഡോണർ അല്ല? O പോസിറ്റീവിൻ്റെ RBCയിൽ RH ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് യൂണിവേഴ്സൽ ഡോണറായിട്ട് പ്രവർത്തിക്കാനൊക്കത്തില്ല. യൂണിവേഴ്സൽ ഡോണർ ഈസ് O negative. So the answer is 3 because both anti-A and antibodies are absent. Universal donor is one whose plasma contains both anti-A and antibodies. RBC contains no antigens. അപ്പോൾ യൂണിവേഴ്സൽ ഡോണറിൽ RBC നോ ആൻറ്റിജൻ. അപ്പോൾ പ്ലാസ്മയിൽ ബോത്ത് ആൻറ്റിബോഡീസ്. പ്ലാസ്മയിൽ 2 ആൻറ്റിബോഡീസും ഉണ്ടായിരിക്കാം, പക്ഷേ RBCയിൽ ആൻറ്റിജൻ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇതാണ് യൂണിവേഴ്സൽ ഡോണറുടെ പ്രത്യേകത. ദി ആൻസർ ഈസ് 3. The last one, 15, question number 15. What is true about erythroblastosis fetalis? Erythroblastosis fetalis is a disorder or disease of the newborn baby due to RH incompatibility between mother and the child. അമ്മയും കുഞ്ഞും തമ്മിൽ RH സ്വരച്ചേർച്ച അല്ലെങ്കിൽ ചേർച്ചക്കുറവ് ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിൽ മദർ RH നെഗറ്റീവും ചൈൽഡ് RH പോസിറ്റീവുമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ചൈൽഡിൻ്റെ RH പോസിറ്റീവ് ബ്ലഡ് അമ്മയെ സെൻസിറ്റൈസ്, അമ്മയെ കൊണ്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അമ്മ RH ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡിന് ഒരു പ്രശ്നവും വരുന്നില്ല. എന്തുകൊണ്ട്? പ്രഗ്നൻസി പീരീഡിൽ മറ്റേർണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും തമ്മിൽ കലരുന്നില്ല. പ്ലാസൻറ്റ വിൽ നോട്ട് പെർമിറ്റ് മിക്സിംഗ് ഓഫ് മറ്റേർണൽ ബ്ലഡ് ആൻഡ് ഫീറ്റൽ ബ്ലഡ്. എന്നാൽ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് പ്ലാസൻറ്റ ബ്രേക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ RBC RH ഫാക്ടറുള്ള RBC അമ്മയുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് കടക്കുന്നു. കുഞ്ഞിൽ നിന്നും ലഭിച്ച RH ഫാക്ടർ അമ്മയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, സെൻസിറ്റൈസ് ചെയ്യുന്നു, അമ്മയെ കൊണ്ട് RH ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഡെലിവറി നടന്ന് കഴിയുന്നത് കൊണ്ട് ദ ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് ഈസ് സേഫ് ബിക്കോസ്
the first RH പോസിറ്റീവ് ചൈൽഡ് ഓൺലി സെൻസിറ്റൈസ് ദ മദർ. എന്നാൽ പിന്നീടുണ്ടാകുന്ന RH പോസിറ്റീവ് ചൈൽഡിനാണ് പ്രോബ്ലം. കാരണം ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് അമ്മയെ സെൻസിറ്റൈസ് ചെയ്ത് അമ്മയെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ആൻറ്റി RH ആൻറ്റിബോഡീസ് അടുത്ത RH പോസിറ്റീവ് ചൈൽഡിൻ്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് പ്രവേശിക്കുന്നു. സെക്കൻഡ് RH പോസിറ്റീവ് ചൈൽഡ്, ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് അമ്മയെ സെൻസിറ്റൈസ് ചെയ്യുന്നു. സെക്കൻഡ് RH പോസിറ്റീവ് ചൈൽഡിനാണ് അല്ലെങ്കിൽ സബ്സിക്വൻ്റ് RH പോസിറ്റീവ് ചിൽഡ്രനാണ് പ്രോബ്ലം. അതുകൊണ്ട് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഡസ് നോട്ട് അഫക്റ്റ് ദ ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് ഓഫ് ആൻ RH നെഗറ്റീവ് മദർ. ഇറ്റ് അഫക്ട്സ് ഓൺലി the subsequent RH positive children. So we have completed all the 15 questions. Thank you. Welcome to everybody. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ സെഫേറിലെ ബയോളജി അധ്യാപകനാണ്. ഈ വരുന്ന നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് പകുതിയോളം മാർക്ക് ബയോളജിയിൽ നിന്നാണ്. ബയോളജിയിലെ ചാപ്റ്റേഴ്സ് വളരെ ഹൃദിസ്ഥമാക്കുകയാണെങ്കിൽ ഉയർന്ന റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് NCERT വോളിയം 1 18-ാമത്തെ ചാപ്റ്ററായ